ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് കുറേ ആളുകൾ മാനിഫെസ്റ്റേഷൻ്റെ കുറേ മെത്തേഡുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നുപോലും ഫലിക്കുന്നില്ല. അവർക്ക് ആഗ്രഹങ്ങൾ കാണും, അവർ പറയുന്ന മെത്തേഡ് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടാവും, എന്നിട്ടും സാധിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പം അതിനുള്ള കാരണങ്ങളും പ്രതിവിധികളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനൊന്നാമത്തെ കാരണം, അല്ലെങ്കിൽ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്, നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിൻ അതിനെ ഡൗട്ട് കൂടി ചെയ്യും. അതായത് നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ എന്ത് വിശ്വസിച്ചാലും അതിനകത്തൊരു ഡൗട്ടില്ലാതെ വിശ്വസിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ 369 മെത്തേഡോ അല്ലെങ്കിൽ 5x5 മെത്തേഡോ അങ്ങനെ എന്തെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ നിന്നും ഒരു സിഗ്നൽ വരും, ഇതെങ്ങനെ നടക്കാനാണ്, ഏത് വഴിയിൽ നടക്കാനാണ്, ഇത് നടക്കുമോ, എനിക്കിതിനുള്ള കഴിവുണ്ടോ, അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരും. നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ ഈ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് അയക്കുന്ന സിഗ്നലുകൾ വളരെ ലോ ഫ്രീക്വൻസിയിലോട്ട് മാറും. ലോ ഫ്രീക്വൻസി ആയാൽ എന്ത് പറ്റും? ആ ഒരു സിഗ്നൽ യൂണിവേഴ്സ് വരെ എത്തത്തില്ല. യൂണിവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൈ ഫ്രീക്വൻസി തോട്ടുകളെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡൗട്ടും കൂടി അയക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ സിഗ്നലുകളുടെ ഫ്രീക്വൻസി വളരെ ലോ ആയിട്ട് മാറും. ഇതാണ് മാനിഫെസ്റ്റേഷൻ നടക്കാതിരിക്കാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാഹചര്യം, നമ്മുടെ ചുറ്റുപാടുകളെല്ലാം എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ എനർജി നമ്മളുടെ എനർജിയുമായി മാച്ച് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടും കാര്യമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ ഏറ്റവും ക്ലീനായും മിനിമലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പം നമ്മൾ എവിടെയാണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്, അതിൻ്റെ ചുറ്റുപാട് എപ്പോഴും ക്ലീൻ ആയിരിക്കണം, പോസിറ്റീവ് വൈബ് നൽകുന്നതായിരിക്കണം. ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാവരും ഒരു പോസിറ്റീവ് വൈബുള്ള ആളുകളായിരിക്കണം. അല്ലെങ്കിൽ കലഹം, ബഹളം, വഴക്ക് ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും ഈ സിഗ്നലുകൾ വളരെ ലോ ഫ്രീക്വൻസിയിലോട്ട് പോകും. അടുത്ത ഒരു കാര്യമാണ് മടി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഇപ്പം ഏതെങ്കിലും മാനിഫെസ്റ്റേഷൻ്റെ ഏത് മെത്തേഡ് ആയിക്കോട്ടെ, നിരന്തരമായി ചെയ്തെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരു ദിവസം എഴുതി അത് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പോൾ എന്താണോ അത് പറഞ്ഞിരിക്കുന്നത്, ഒരു മെത്തേഡ് എങ്ങനെ ചെയ്യാനാണോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വേണം അത് ചെയ്യാൻ. അങ്ങനെ ചെയ്യാതിരിക്കുക. അതായത് ഒരു വട്ടം ചെയ്തു, അത് കിട്ടിയില്ല, അത് എനിക്ക് മാനിഫെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറയാൻ പാടില്ല. നിങ്ങൾ നിരന്തരം അയച്ചാലേ ഇത് നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുകയുള്ളൂ. അപ്പം നിരന്തരം നിങ്ങൾക്ക് നല്ല ചിന്തകൾ വരണം, ഡൗട്ടില്ലാത്ത വിശ്വാസം ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാട് എപ്പോഴും പോസിറ്റീവായിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഡൗട്ടില്ലാതെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളൊന്ന് വിശ്വസിച്ചു നോക്കൂ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എല്ലാം വർക്കാവും. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ഡൗട്ട് പോലും നിങ്ങളുടെ മൈൻഡിലേക്ക് വരാൻ പാടില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഡിറ്റേഷൻസ് ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് പോസിറ്റീവ് ചിന്തകളും വരും. രണ്ടാമതായി നമ്മുടെ ചുറ്റുപാടുകൾ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഏത് മെത്തേഡ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുൻപും നിങ്ങളുടെ ചുറ്റുപാട് ക്ലീനാക്കി വെച്ചെങ്കിൽ മാത്രമേ ഈ മാനിഫെസ്റ്റേഷൻ വർക്കാവത്തുള്ളൂ. മൂന്നാമത്തെ, മടിയില്ലാതെ ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ മാനിഫെസ്റ്റേഷൻ മെത്തേഡും നിങ്ങൾക്ക് വർക്കാവും. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, എല്ലാ മാനിഫെസ്റ്റേഷന് തന്നെ ഇഷ്ടംപോലെ മെത്തേഡുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നോക്കാതിരിക്കുക. ഏതെങ്കിലും ഒരു മെത്തേഡ്, ആ ഒരൊറ്റ മെത്തേഡ് മതി നിങ്ങളുടെ കാര്യം നടക്കാൻ. ആ ഒരൊറ്റ മെത്തേഡ് വെച്ചിട്ട് തുടങ്ങുക. അത് വർക്കായി കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള മെത്തേഡുകളിലേക്ക് നിങ്ങൾക്ക് മാറാം. അങ്ങനെ എല്ലാ മെത്തേഡും ഒരുമിച്ചിട്ട് പാരലി എടുത്ത് ചെയ്യാൻ പോകരുത്. ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കമൻറ്റ് ബോക്സിൽ പിങ് ചെയ്യാവുന്നതാണ്. മറ്റ് ചില വഴികളിലൂടെ നമുക്ക് മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടി ഈസിയാക്കാൻ സാധിക്കും. അത് നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം.